വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. യെസ്, വെൽ ഡിഫൈൻഡ്, ഈസി ടു കാൽക്കുലേറ്റ്, വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, വളരെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ ഇറ്റ് ഹാവ് ക്ലിയർലി ഡിഫൈൻഡ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ അല്ലേ, എല്ലാ ഒബ്സർവേഷൻ്റെയും ബേസിസിലായിരിക്കണം നമ്മൾ നമ്മുടെ ആവറേജ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതാണ് അടുത്തത്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. ഓക്കെ അല്ലേ. പിന്നെ ഇത് ഹാവ് എന്താണ്, വെൽ ഡിഫൈൻഡ് ഫോർമുല, ഇതിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. അതുപോലെ സാമ്പിൾ സ്റ്റെബിലിറ്റി ഉണ്ട്, സ്റ്റേബിൾ ആണ് അല്ലേ, അതൊക്കെ നമുക്ക് ഇതിൽ പറയാം, ഈ ഒരു ക്വാളിറ്റീസ് നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ്. നല്ല ഒരു ആവറേജിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. നല്ലൊരു ആവറേജിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എല്ലാവരും പഠിച്ചു വെക്കുക. പിന്നെ ഏതൊക്കെ ടൈപ്സ് ഓഫ് ആവറേജസ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, ഏതൊക്കെ ടൈപ്സ് ഓഫ് ആവറേജസ് പഠിക്കാനുള്ളത്, അരിത്തമെറ്റിക് മീൻ ഉണ്ട്, ജോമെട്രിക് മീൻ ഉണ്ട്, ഹാർമോണിക് മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട് അല്ലേ, ഇതൊക്കെ ടൈപ്സ് ഓഫ് ആവറേജസ് ആണ്. മീൻ കാണാനുള്ള ഇക്വേഷനൊക്കെ നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. മീൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയിട്ട് സിഗ്മയാണ് കേട്ടോ. കാരണം സിഗ്മ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിലാണ്, മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ബാക്കിയൊക്കെ നമുക്ക് അങ്ങനെ സിഗ്മ എന്ന് പറയുന്ന ടേം വരുന്നില്ല. മീഡിയനും മോഡും മീനും ചിലപ്പോൾ മിക്സ് ആയി പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് മീൻ എന്ന് പറഞ്ഞാൽ ഓടി വരേണ്ടത് സിഗ്മയാണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ അല്ലേ. ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ കാണാനുള്ള ഇക്വേഷൻ സിഗ്മ എക്സ് ബൈ എൻ, തന്നിരിക്കുന്ന ഐറ്റത്തിനെ എല്ലാം കൂടി കൂട്ടുക, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഐറ്റം ചെയ്താൽ മതി, മീൻ കിട്ടുമല്ലോ, സുഖല്ലേ. മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, സിഗ്മ എക്സ് ബൈ എൻ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഐറ്റം ആണ് എക്സ്. ഇപ്പോൾ മാർക്ക് ആണെങ്കിൽ മാർക്ക്, ഇവ വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ്, ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റ്, നമുക്ക് എന്തിനെക്കുറിച്ചുള്ള ഡാറ്റയാണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അതാണ് എക്സ്. ഓക്കെ അല്ലേ. ആ എക്സ് എല്ലാം കൂടി കൂട്ടുക, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഐറ്റം ചെയ്യുക. ക്ലിയർ ആണല്ലോ. മീൻ കാണുന്ന ഇക്വേഷൻ മനസ്സിലായില്ലേ, സിഗ്മ എക്സ് ബൈ എൻ. ഓക്കെ ആണോ എല്ലാവർക്കും. അതിൽ പല മെത്തേഡ് ഉണ്ട്, ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്, അങ്ങനെ കുറേ മെത്തേഡുകളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് മെത്തേഡിൽ പഠിച്ചു വെച്ചാലും മതി. കാരണം ഇതുവരെയായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ഇങ്ങനെ മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് മെത്തേഡ് പഠിച്ചു വെച്ചാലും മതി. എന്ന് വിചാരിച്ചാൽ ആ മെത്തേഡ് വരില്ല എന്നല്ല, ഇതുവരെയും ചോദിച്ചിട്ടില്ല യൂണിവേഴ്സിറ്റി. ഈ പ്രീവിയസ് പാറ്റേൺ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വെറുതെ മീൻ കാണാൻ മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് ഡയറക്റ്റ് മെത്തേഡെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക എല്ലാവരും കേട്ടോ. ഓക്കെ അല്ലേ. യെസ്. ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്, ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസ് സീരീസിലും ഒരേ ഇക്വേഷനാണ് പഠിക്കേണ്ടത്. എന്താണ്, സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. എഫ് എക്സിൻ്റെ ടോട്ടലിനെ എഫിൻ്റെ ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്യുക, എഫ് എക്സിൻ്റെ ടോട്ടലിനെ എഫിൻ്റെ ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സും എഫും ഉണ്ടാവുമല്ലോ. നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ഒരു കോളം ഡ്രാഫ്റ്റ് ചെയ്യണം, എഫ് എക്സ് എന്ന് പറയുന്ന കോളം ഡ്രാഫ്റ്റ് ചെയ്യണം. എഫ് ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഫ് എക്സ് കിട്ടും. ആ എഫ് എക്സിൻ്റെ ടോട്ടൽ എടുക്കുക, ആ എഫ് എക്സിൻ്റെ ടോട്ടലിനെ എഫിൻ്റെ ടോട്ടൽ വെച്ച് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്, എഫ് എക്സിൻ്റെ ടോട്ടലിനെ എഫിൻ്റെ ടോട്ടൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്, മീൻ കിട്ടും. ക്ലിയർ ആണല്ലോ, ഡൗട്ടില്ലല്ലോ. പറയാം. നമ്മുടെ ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ കാണാനായിട്ട്, ഡിസ്ക്രീറ്റ് സീരീസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അത് ഡിസ്ക്രീറ്റ് ആണോ ഇൻഡിവിജ്വൽ ആണോ കണ്ടിന്യൂസ് ആണോ ഐഡൻറ്റിഫൈ ചെയ്യണം നിങ്ങൾ കേട്ടോ. ഇൻഡിവിജ്വൽ സീരീസ് ആണോ ഡിസ്ക്രീറ്റ് സീരീസ് ആണോ കണ്ടിന്യൂസ് സീരീസ് ആണോ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക, വെറുതെ ഇങ്ങനെ ഡാറ്റ തരികയാണെങ്കിൽ അത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. 2 കോളം വൈസ് തരികയാണെങ്കിൽ, ഇപ്പോൾ മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും, അങ്ങനെ 2 കോളം വൈസ് തരികയാണെങ്കിൽ അത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. അതുപോലെ ക്ലാസ് പോലെ തരികയാണെങ്കിൽ 0 to 10, 10 to 20, അങ്ങനെ ക്ലാസ് പോലെ തരികയാണെങ്കിൽ അത് കണ്ടിന്യൂസ് സീരീസ് ആണ്. ഓക്കെ അല്ലേ. ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ കാണാനായിട്ട് സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് ആണ്. അതായത് എഫ് എക്സിൻ്റെ ടോട്ടലിനെ എഫിൻ്റെ ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്യുക, എഫ് എക്സിൻ്റെ ടോട്ടലിനെ എഫിൻ്റെ ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ. തിയറി ഉണ്ടാവും, ഒരു 30 മാർക്സ് എബോവ് എന്തായാലും തിയറി ഉണ്ടാവും. 30 എബോവ് എന്തായാലും തിയറി ഉണ്ടാവും കേട്ടോ. ഓക്കെ. ഇനി എനിക്ക് ഏറ്റവും നല്ലത് തോന്നുന്നത്, എനിക്ക് എല്ലാം ഇങ്ങനെ കവർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ ചോദിച്ചോളൂ. അതല്ല ഏറ്റവും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഏതെങ്കിലും പോർഷൻ ഡൗട്ട്സ് നിങ്ങൾ ചോദിച്ചോളൂ. അത് എസ് സി ആണ് കേട്ടോ. അത് എസ് സി ആണ് മുൻപത്തെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ളത്. 2 ബാറ്റ്സ്മെൻ്റെയോ അല്ലെങ്കിൽ 2 കുട്ടികളുടെ പേര് വന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ കൺസിസ്റ്റൻ്റ് ആരാണെന്ന് ചോദിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ എഫിഷ്യൻ്റ് ആരാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കൂടുതൽ വേരിയബിൾ ആരാണെന്ന് ചോദിക്കാം. അപ്പോൾ അതൊക്കെ എസ് എ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ.
എസ് എ ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് സാധാരണഗതിയിൽ എസ് എ ആണ് വരാറ് കേട്ടോ. അത് ഇൻഡിവിജ്വൽ തന്നെ ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ ഡിസ്ക്രീറ്റ് ചോദിക്കാം. പക്ഷേ ഇതുവരെയായിട്ട് ഇൻഡിവിജ്വൽ സീരീസേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇക്വേഷൻസിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 10 ഒരു 20 ബിലോ എന്തായാലും ഉണ്ടാവും, എന്തായാലും 20 മാർക്സ് ബിലോ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ നമുക്ക് അതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത് ബ്രേക്ക് ഇവൻ പോയിന്റിൻ്റെ ഒരു പോർഷൻ വരുന്നില്ലേ ബിസിനസ് ആപ്ലിക്കേഷൻ ലെവലിലുള്ളത്, അത് നോക്കുക. പിന്നെ നിങ്ങൾ ക്വാഡ്രേറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പഠിക്കുക. ക്വാഡ്രേറ്റിക് ഇക്വേഷൻ അഖില ജസ്റ്റ് വെയിറ്റ് ആണ്, ഇൻവേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഇൻവേഴ്സ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ക്വാഡ്രേറ്റിക് ഫോർമുല സോൾവ് ചെയ്യുന്നില്ലേ, ക്വാഡ്രേറ്റിക് ഫോർമുല സോൾവ് ചെയ്യുന്നത് അതെന്തായാലും പഠിച്ചോളൂ കേട്ടോ. ക്വാഡ്രേറ്റിക് ഫോർമുല സോൾവ് ചെയ്യുന്ന ഇക്വേഷൻ ഇല്ലേ, -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a, ആ ഒരു ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്നത് എന്തായാലും പഠിച്ചോളൂ. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, രണ്ട് നമ്പേഴ്സിൻ്റെ സം ഇത്രയാണ്, ആ രണ്ട് നമ്പറൊക്കെ തമ്മിൽ ഡിഫറൻസ് ഇത്രയാണ് എങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെ? ഫൈൻഡ് ദ 2 numbers whose sum is 30, their difference is 4 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലേ നിങ്ങൾ? കണ്ടിട്ടില്ലേ? രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് 30 ആണ്, ആ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. 4 ആണ് എങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെയെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അത് പഠിക്കുക. അപ്പോൾ നിങ്ങൾ എന്തെടുക്കണം, ഒരു നമ്പർ എക്സ് ആയിട്ട് എടുക്കുക, സെക്കൻഡ് നമ്പറോ 30 - x ആയിട്ട് എടുത്താൽ മതി കേട്ടോ. അതിന് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് x + y വെച്ച് ചെയ്യാം. രണ്ട് നമ്പറുകൾ ഒന്ന് എക്സും ഒന്ന് y ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ x + y = 30, x - y = 4. അങ്ങനെ നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ എലിമിനേഷൻ മെത്തേഡ് ചെയ്താലും മതി കേട്ടോ. ഓക്കെ അല്ലേ? ഞാൻ നോക്കട്ടെ, ഞാൻ മെസ്സേജ് ബോക്സ് നോക്കട്ടെ, കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, വിഷ്ണു എന്താ പറഞ്ഞേക്കണേ? എസ് എ ക്വസ്റ്റ്യൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് പറയാം. എസ് എ വരാൻ ചാൻസ് ഉള്ളത് വിഷ്ണു, നമ്മുടെ മെട്രിക്സിൽ നിന്ന് ഒരു എസ് എ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് ക്രാമേഴ്സ് റൂൾ വെച്ചിട്ടുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതില്ലേ, അതെന്തായാലും പഠിച്ചോളൂ അവർ. ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് എസ് എ എന്തായാലും ഉണ്ടാവും, ഇക്വേഷൻ സോൾവ് ചെയ്യാം. അത് എക്സും വൈ രണ്ട് വേരിയബിൾ മാത്രമല്ല, ചിലപ്പോൾ 3 വേരിയബിളിൻ്റെ ക്രാമേഴ്സ് വെച്ച് സോൾവ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ഇൻവേഴ്സ് ആണ്. ഇൻവേഴ്സ് ആരൊക്കെ ചോദിച്ചു? ഇൻവേഴ്സ് വേണ്ടവർ ആരൊക്കെയാ? ഇൻവേഴ്സ് അറിയാത്തവരുണ്ടോ? ആരെങ്കിലും അറിയാത്തവരുണ്ടോ? അറിയില്ലേ? അൻഷിപ്പ്. ഓക്കെ, ഇൻവേഴ്സ് എങ്ങനെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെട്രിക്സ് തരുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ എന്ത് വർക്കൗട്ട് ചെയ്യണം? ഡിറ്റർമിനന്റ് വർക്കൗട്ട് ചെയ്യണം. ആദ്യം എന്ത് വർക്കൗട്ട് ചെയ്യണം? ഡിറ്റർമിനന്റ് വർക്കൗട്ട് ചെയ്യണം. ഡിറ്റർമിനന്റ് കാണാൻ നിങ്ങൾക്ക് അറിയാലോ. ഡിറ്റർമിനന്റ് കാണാൻ അറിയില്ലേ? അറിയാം, യെസ്. അപ്പോൾ ആ മെട്രിക്സിൻ്റെ അത് ചിലപ്പോൾ ഓർഡർ 3-ലുള്ള മെട്രിക്സ് ആവാം, ഓർഡർ 2-ലുള്ള മെട്രിക്സ് ആവാം, ഓർഡർ 4-ലൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല. നിങ്ങൾ 2ഉം 3 എന്തായാലും നോക്കിക്കോളൂ. ഓർഡർ 2-ലുള്ള മെട്രിക്സും അല്ലെങ്കിൽ ഓർഡർ 3-ലുള്ള മെട്രിക്സ് അതിൻ്റെ ആയിരിക്കും ഇൻവേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ വരിക. അപ്പോൾ 2-ലുള്ളതാണെങ്കിലും 3-ലുള്ളതാണെങ്കിലും ആദ്യം അതിനെ എന്ത് വർക്കൗട്ട് ചെയ്യുക? ഡിറ്റർമിനന്റ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ആദ്യം ഡിറ്റർമിനന്റ് വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതവിടെ കിടക്കട്ടെ. ഇനി എന്ത് ചെയ്യുക നിങ്ങൾ? അതിൽ ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടർ വർക്കൗട്ട് ചെയ്യുക. കോഫാക്ടർ കാണണമെങ്കിൽ ആദ്യം മൈനർ കണ്ടിട്ട് അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക. അറിയാലോ നിങ്ങൾക്ക് കോഫാക്ടർ വർക്കൗട്ട് ചെയ്യാൻ? അറിയില്ലേ? കോഫാക്ടർ കാണാൻ അറിയില്ലേ? യെസ്. കോഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ആ കോഫാക്ടറിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മെട്രിക്സ് ഫോമിൽ എഴുതിയിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അങ്ങനെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. കോഫാക്ടർ വർക്കൗട്ട് ചെയ്തിട്ട് അതിനെ നമ്മളൊരു മെട്രിക്സിൻ്റെ ഉള്ളിൽ എഴുതുക. എന്നിട്ട് അതിൻ്റെ റോയൊക്കെ എന്തായിട്ട് എഴുതുക? കോളമായിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് ട്രാൻസ്പോസ് കിട്ടിയില്ലേ? അതിനെയല്ലേ നമ്മൾ അഡ്ജോയിൻ്റ് എന്ന് പറയുക. ഈ അഡ്ജോയിൻറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻറ്റു 1 നേരത്തെ വർക്കൗട്ട് ചെയ്ത ഡിറ്റർമിനൻ്റ് ഇല്ലേ, അത് വെച്ച് ജസ്റ്റ് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ഈ കിട്ടിയ അഡ്ജോയിൻറ്റിനെ എന്ത് ചെയ്യുക? ഇൻറ്റു 1 നിങ്ങൾക്ക് കിട്ടിയ ഡിറ്റർമിനൻ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വെറുതെ നിങ്ങൾ എഴുതി വെച്ചാലും മതി കേട്ടോ. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതായത് നിങ്ങൾ ട്രാൻസ്പോസ് കണ്ടുവച്ചിട്ടുണ്ടല്ലോ, അതായത് അഡ്ജോയിൻറ്റ് കണ്ടിട്ടില്ലേ, ആ അഡ്ജോയിൻറ്റ് ഇൻറ്റു 1 ഡിറ്റർമിനൻ്റ് വാല്യൂ കേട്ടോ. അത് എഴുതിയാലും മതി, അവിടെ വരെ ചെയ്താലും ഫുൾ മാർക്ക് കിട്ടും. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അതിൽ? റാങ്ക് ഓഫ് മെട്രിക്സ് ആണോ? BNSും BNMും സെയിം ആണ് അതുൽ വിൽസൺ. സെയിം ആണ്. ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ബേസിക് ന്യൂമറിക്കൽ സ്കില്ലാണ് കേട്ടോ. സെയിം ആണ്.
റാങ്ക് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ വെച്ചിട്ടാണ് നമ്മൾ റാങ്ക് വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ 3-യിലുള്ളതാണെങ്കിൽ ഓർഡർ 3-യിലുള്ള മെട്രിക്സ് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആദ്യം ഡിറ്റർമിനൻറ്റ് വർക്കൗട്ട് ചെയ്യുക. കേട്ടോ സുമയ്യ? അതായത് ഓർഡർ 3-യിലുള്ള മെട്രിക്സ് ആണെങ്കിൽ ആദ്യം അതിൻ്റെ എന്ത് വർക്കൗട്ട് ചെയ്യുക? ഡിറ്റർമിനൻറ്റ് വർക്കൗട്ട് ചെയ്യുക. ഈ ഡിറ്റർമിനൻ്റ് ആൻസർ നിങ്ങൾക്ക് 0 അല്ലാതെ വേറെ ഏതൊരു നമ്പർ കിട്ടിയാലും നിങ്ങൾക്ക് എന്തെഴുതാം? റാങ്ക് 3 ആണ് എഴുതാം. മനസ്സിലായോ? അതെന്തുകൊണ്ട് അങ്ങനെ എഴുതാനുള്ള കാരണം അത് ഓർഡർ 3-യിലുള്ള മെട്രിക്സ് ആയതുകൊണ്ട്. ഇനിയിപ്പോൾ 0 കിട്ടിക്കഴിഞ്ഞാലോ അതിനെ 2 വെച്ച് ചെയ്യുക. അതായത് 2 ആക്കുക. അതായത് 4 കോമ്പിനേഷനും ഇതെടുത്തിട്ട് അതിന് ഡിറ്റർമിനൻ്റ് വർക്കൗട്ട് ചെയ്യുക. അത് ചിലപ്പോൾ 0 അല്ലാതെ കിട്ടാം. അങ്ങനെയാണെങ്കിൽ ഓർഡർ 2 ആയിരിക്കും. ഫാത്തിമയ്ക്കും ക്ലിയർ ആയോ? പറഞ്ഞത് ക്ലിയർ ആവാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു അല്ലേ? പ്രോബ്ലം ആയതുകൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല നിങ്ങൾക്ക്. ഓർഡർ 3 വെച്ചിട്ടാണ് എസ് വരാൻ ചാൻസ് ഉള്ളത്. ഞാൻ പറയാം ജിഷ്ണു, എസ് വരാൻ ചാൻസ് ഉള്ളത്. തിയറി ഞാൻ പറയാം. അർജുൻ തിയറി പറയാം. അപ്പോൾ എല്ലാവരും കൂടുതൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ എസ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട എസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. പാർവതി എന്താ പറയുക? അരിത്തമെറ്റിക് മീനിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന മാർക്കില്ല ചേഞ്ച് കിട്ടും. ഓക്കെ പാർവതി, ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഡയറക്റ്റ് മെത്തേഡ് പഠിച്ചാലും മതി പാർവതി കേട്ടോ. ഡയറക്റ്റ് മെത്തേഡ് പഠിച്ചാലും മതി പാർവതി, എല്ലാ ഇക്വേഷനും പഠിക്കണമെന്നില്ല. വിനിത സ്ക്യൂനസിന്റെ കാൾപിയസിന്റെ സ്ക്യൂനസ് കാണാൻ പഠിച്ചോളൂ. കർട്ടോസ് ജസ്റ്റ് തിയറി മാത്രം പഠിച്ചാൽ മതി കേട്ടോ വിനിത. ഓക്കെ സ്ക്യൂനസ് നമുക്ക് പറയാം. എന്തായാലും സ്ക്യൂനസ് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എസ് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞോട്ടെ, തിയറിയും പറയാം. ഫസ്റ്റ് ചാപ്റ്ററിൽ സ്ക്യൂനസ് കാൾപിയസിന്റെ പഠിക്കും കേട്ടോ. എസ്കെയിൽ കാൾപിയസും പഠിക്കാം. മീൻ മൈനസ് മോഡ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇല്ലേ, ആ ഇക്വേഷൻ പഠിച്ചോളൂ. എന്താണ് സ്ക്യൂനസ് എന്ന് പഠിച്ചു വയ്ക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സ്ക്യൂനസ്? എന്താണ് സ്ക്യൂനസ്? സ്ക്യൂനസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സിമെട്രി. ഒന്നും അറിയില്ലെങ്കിൽ അതെങ്കിലും എഴുതി വയ്ക്കുക. ലാക്ക് ഓഫ് സിമെട്രി അല്ലാത്ത അവസ്ഥയാണ് സ്ക്യൂനസ്, അതായത് അസിമെട്രി. എന്താ സിമെട്രി എന്ന് പറഞ്ഞാൽ? ഈക്വൽ അല്ലേ? അപ്പോൾ ഈക്വൽ അല്ലാത്ത അവസ്ഥേനെയാണ് എന്ത് വിളിക്കുക? സ്ക്യൂനസ് എന്ന് വിളിക്കുക. എന്ത് ഈക്വൽ അല്ല? മീനും മീഡിയനും മോഡും ഈക്വൽ അല്ല എങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്ക്യൂനസ്. ക്ലിയർ ആണോ? മീനും മീഡിയനും മോഡും ഈക്വൽ അല്ല എങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്ക്യൂനസ്. ഓക്കെ ആണോ? ഈ സ്ക്യൂനസ് 2 വിധമുണ്ട്. പോസിറ്റീവ് സ്ക്യൂനസ് ഉണ്ട്, നെഗറ്റീവ് സ്ക്യൂനസ് ഉണ്ട്. പോസിറ്റീവ് സ്ക്യൂനസിൽ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആയിരിക്കും. ഏറ്റവും വലുത് മീൻ ആയിരിക്കും, സെക്കൻഡ് ഹയസ്റ്റ് മീഡിയൻ ആയിരിക്കും, തേർഡ് ഹയസ്റ്റ് മോഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? നെഗറ്റീവ് സ്ക്യൂനസിലാണെങ്കിലോ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ് ആയിരിക്കും. അതായത് ഏറ്റവും വലുത് മോഡ് ആയിരിക്കും, സെക്കൻഡ് ഹയസ്റ്റ് മീഡിയൻ ആയിരിക്കും, ഏറ്റവും ചെറുത് മീൻ ആയിരിക്കും. അതാണ് പോസിറ്റീവ് സ്ക്യൂനസും നെഗറ്റീവ് സ്ക്യൂനസും. സ്ക്യൂനസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഫിഗറും കൂടി വരച്ച് വെച്ചോളൂ കേട്ടോ. ആ കർവിൽ റൈറ്റിലേക്ക് ടെയിൽ വരുന്നതാണ് പോസിറ്റീവ് സ്ക്യൂനസ്, ലെഫ്റ്റിൽ ടെയിൽ വരുന്നതാണ് നെഗറ്റീവ് സ്ക്യൂനസ്. ആ ഫിഗറും കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ എല്ലാവരും. ഓക്കെ അല്ലേ? സ്ക്യൂനസ് പഠിച്ചില്ലേ? എന്താ സ്ക്യൂനസ്? ലാക്ക് ഓഫ് സിമെട്രി ആണ് സ്ക്യൂനസ്. ഫാത്തിമ കർട്ടോസിസിന്റെ പ്രോബ്ലം നോക്കേണ്ട, തിയറി മാത്രം പഠിച്ചാൽ മതി കർട്ടോസിസിൽ കേട്ടോ. കർട്ടോസിസ് എന്തിനു ഉപയോഗിക്കണേ? ഇറ്റ് മെഷേഴ്സ് ദ പീക്കഡ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കർട്ടോസിസ് ഉപയോഗിക്കുന്നത്. അത് ചോദിച്ചാൽ അപ്പം തന്നെ നിങ്ങൾ അതിന്റെ ഫിഗർ വരച്ച് വെക്കുക. അതിൽ 3 ഫിഗർ ഇല്ലേ, 3 ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഏതാ? ലെപ്റ്റോ കർട്ടിക്, മെസ്സോ കർട്ടിക്, പ്ലേറ്റി കർട്ടിക്. ആ 3 കർവ് അറിയില്ലേ നിങ്ങൾക്ക്? ലെപ്റ്റോ കർട്ടിക്, മെസ്സോ കർട്ടിക്, പ്ലേറ്റി കർട്ടിക്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഷഹല ഇൻട്രസ്റ്റിൽ കോമ്പൗണ്ട് ഫാക്ടർ വെച്ച് ചെയ്യാൻ പറഞ്ഞത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. വെറുതെ ഇൻട്രസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അക്ഷയ് സി, ലോഗ് കാണാനായിട്ട് നമ്മുടെ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ലോഗ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ആ ലോഗിൽ പ്രസ് ചെയ്തിട്ട് നിങ്ങളെ നമ്പർ അടിച്ചു കൊടുത്താൽ അതിന്റെ ലോഗ് കിട്ടും കേട്ടോ. അക്ഷയ് സി, ഓക്കെ കറക്റ്റ്. അതില്ലെങ്കിൽ ലോഗരിതം ടേബിൾ വേണം മോനെ, ലോഗരിതം ടേബിൾ വേണം കേട്ടോ. അല്ലാണ്ട് കാണാൻ പറ്റൂല, നമ്മുടെ കാൽക്കുലേറ്റർ കാണാൻ പറ്റൂല. ഓക്കെ, കർട്ടോസിസ് പറഞ്ഞാൽ മെഷർ ഓഫ് പീക്കഡ്നെസ് ആണ്. കർട്ടോസിസ് മീൻസ് മെഷർ ഓഫ് പീക്കഡ്നെസ്.
പീക്കഡ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പീക്ക്ഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? കർട്ടോസിസ് യൂസ് ചെയ്യുക കേട്ടോ. ഞാനൊന്ന് എസ് എ പറയട്ടെ, നിങ്ങൾ എസ് എ പറയാനൊന്ന് അനുവദിക്കുമോ? കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ മറുപടി പറ്റാതെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം എല്ലാത്തിനും എനിക്ക് പെട്ടെന്ന് മറുപടി പറ്റാൻ കുറേ കമൻസ് വരേണ്ട കാരണം ഞാൻ കാണുന്നതിനൊക്കെ മറുപടി പറയുന്നുണ്ട്. ഓക്കെ, ഞാനപ്പോൾ പറയട്ടെ, ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് ഒന്ന് പറയുകയാണ് ഞാൻ. നിങ്ങളൊന്ന് കമൻസ് സ്റ്റോപ്പ് ചെയ്യുമോ? ഞാനൊന്ന് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, തിയറി ക്വസ്റ്റ്യൻസ് ആദ്യം പറയാം. നമുക്ക് ആദ്യം പഠിക്കേണ്ട തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഇക്വേഷൻസിൽ നല്ലൊരു ഇക്വേഷൻ എങ്ങനെയായിരിക്കണം? ഇക്വേഷൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വേഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വേഷനിൽ അവർ പറയുന്നുണ്ട്. പിന്നെ ഇക്വേഷൻ എന്താണെന്നുള്ളത് പഠിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഈസ് ഇക്വേഷൻ? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വാലിറ്റി ബിറ്റ്വീൻ 2 എക്സ്പ്രഷൻ. 2 എക്സ്പ്രഷൻസ് ഈക്വൽ ആണ് എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇക്വേഷൻ എന്ന് പറയുക. ക്ലിയർ ആണോ? 2 എക്സ്പ്രഷൻസ് ഈക്വൽ ആണ് എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇക്വേഷൻ. ഓക്കെ ആണോ? ഇക്വേഷൻ മനസ്സിലായോ? എന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും? 2 എക്സ്പ്രഷൻസ് ഈക്വൽ ആണെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇക്വേഷൻ. അതിൽ പല തരത്തിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. പ്യുവർ ഇക്വേഷൻ ഉണ്ട്, സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എഴുതാട്ടോ 2 മാർക്ക് ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക കേട്ടോ. പ്യുവർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഒക്കെ പറഞ്ഞ് എഴുതി വയ്ക്കുക. ഇക്വേഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വേഷൻ പറഞ്ഞോട്ടെ. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വേഷൻ പറഞ്ഞോട്ടെ. പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വേഷൻ ഇതാണ്: എനി ക്വാണ്ടിറ്റി ക്യാൻ ബി ആഡഡ് ടു ബോത്ത് സൈഡ്. ഒരു ഇക്വേഷൻ്റെ 2 സൈഡിലും, ഈക്വൽ ടുൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഏതൊരു ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഏതൊരു ക്വാണ്ടിറ്റി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും, ഏതൊരു ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, 0 ഒഴികെയുള്ള ഏതൊരു നമ്പറും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഇക്വേഷൻ എന്ന് പറയുക. അപ്പോൾ ഇക്വേഷൻ്റെ പ്രോപ്പർട്ടി കിട്ടിയില്ലേ? എനി ക്വാണ്ടിറ്റി ക്യാൻ ബി ആഡഡ് ടു ബോത്ത് സൈഡ്, എനി ക്വാണ്ടിറ്റി ക്യാൻ ബി സബ്ട്രാക്റ്റഡ് ഫ്രം ബോത്ത് സൈഡ്, എനി ക്വാണ്ടിറ്റി ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ടു ബോത്ത് സൈഡ്, എനി ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നോൺ സീറോ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ക്യാൻ ഡിവൈഡ് ബോത്ത് സൈഡ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി അതിൽ പഠിക്കേണ്ട ഇതൊന്നും എസ് എ തിയറി അല്ല കേട്ടോ, ജസ്റ്റ് ഞാൻ 2 മാർക്ക് തിയറീസ് ആണ് പറയുന്നത്. ഇനി അടുത്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലുള്ള ഇക്വേഷനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം? ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഇക്വേഷൻ. അത് നമ്മൾ പോളിനോമിയൽ ഇക്വേഷൻ എന്ന് പറയാറുണ്ട് സെക്കൻഡ് ഡിഗ്രിയുടെ. അത് ax² + bx + c = 0 എന്ന ഫോമിലുള്ള ഇക്വേഷനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറയാം കേട്ടോ. അതായത് x² ഒരു ടേം ഉണ്ടായിരിക്കും, എക്സിൻ്റെ ഒരു ടേം ഉണ്ടായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഇക്വേഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുക. അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷൻ ആണ്. ഷഹല കറക്റ്റ് ആണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷൻ ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്ലിയർ ആണോ? അത് കിട്ടിയില്ലേ? യെസ്. ഇനി നമുക്ക് ഡിസ്ക്രിമിനൻ്റ് കാണാനായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കിൽ മാത്രമേ ഡിസ്ക്രിമിനൻ്റ് കാണാനായിട്ടുള്ളൂ. അത് കാണാൻ b² - 4ac. നമ്മൾ -b ± പഠിക്കുന്നില്ല. ആ ഇക്വേഷനിലെ റൂട്ടിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ഇല്ലേ, b² - 4ac, അതിനെയാണ് ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയാം കേട്ടോ. ഡിസ്ക്രിമിനൻ്റ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കേണ്ട തിയറി ക്വസ്റ്റ്യൻസ് കേട്ടോ. അതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കേണ്ട തിയറി ക്വസ്റ്റ്യൻസ്. എന്താണ് പ്രണാദ് എന്താ ചോദിക്കുന്നത്? എന്താണ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. ഡിസ്ക്രിമിനൻ്റ് ആണോ? നിങ്ങൾ ആരെങ്കിലും ലെഫ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം 100 സ്റ്റുഡൻസിന് മാത്രമേ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞാൽ b² - 4ac ഇല്ലേ, അതിനാണ് ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയാം. പ്രണാദ്, b² - 4ac ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് ഡിസ്ക്രിമിനൻ്റ് കേട്ടോ. ഫാത്തിമ സുഹറ, ഫാക്ടറൈസേഷൻ മെത്തേഡ് പറയൂ എന്ന് ചോദിച്ചാൽ ഫാക്ടറൈസേഷൻ എങ്ങനെ ചെയ്യും എന്നാണോ ചോദിക്കുന്നത്? ഫാക്ടേഴ്സ് എടുക്കുക. നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പല മെത്തേഡ് ഉണ്ട് നമുക്ക്. ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉണ്ട്, ക്വാഡ്രാറ്റിക് ഫോർമുല ഉണ്ട്. അപ്പോൾ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷനിൽ വരുന്ന ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. നമ്മൾ ആ ഇക്വേഷനിലെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ആ ഫാക്ടേഴ്സ് എങ്ങനെ കാണാം? ആ ഇക്വേഷൻ്റെ x² കോഫിഷ്യൻ്റ് ഇല്ലേ, x² കൂടെ നിൽക്കുന്ന നമ്പർ ഇപ്പോൾ 1 ആണെങ്കിൽ 1, അത് വെച്ച് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ആ ഇക്വേഷനെ മൊത്തം ഡിവൈഡ് ചെയ്യുക. 1 ആണെങ്കിലും മിക്കവാറും ആ സെയിം ഇക്വേഷൻ തന്നെ കിട്ടുക നിങ്ങൾക്ക് കേട്ടോ. മനസ്സിലായോ? ആദ്യം എന്താ ചെയ്യേണ്ടത്? x² കോഫിഷ്യൻ്റ് വെച്ചിട്ട് ആ ഹോൾ ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുക. x² കോഫിഷ്യൻ്റ് വെച്ച് ഹോൾ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുക.
ആ കിട്ടുന്ന ഇക്വേഷനിൽ കോൺസ്റ്റന്റ് ടേം ഏതാന്ന് നോക്കുക, എക്സിൻ്റെ കോഫിഷ്യൻ്റ് എത്രയാണ് നോക്കുക. കോൺസ്റ്റന്റ് ടേം ഏതാന്ന് നോക്കുക, എക്സിൻ്റെ കോഫിഷ്യൻ്റ് എത്രയാണ്. അതായത് നിങ്ങൾ എടുക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ, ആ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? കോൺസ്റ്റന്റ് ടേം കിട്ടണം. ആ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടണം? കോൺസ്റ്റന്റ് ടേം കിട്ടണം. ആ രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ എക്സിൻ്റെ കോഫിഷ്യൻ്റ് കിട്ടണം. അങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. ആണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഫാത്തിമ, നിങ്ങൾ എടുക്കുന്ന രണ്ട് നമ്പറുകൾ എങ്ങനെയുള്ളതായിരിക്കണം? ആ രണ്ട് നമ്പറുകൾ തമ്മിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടണം? കോൺസ്റ്റന്റ് ടേം കിട്ടണം. ആ രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ എക്സിൻ്റെ കോഫിഷ്യൻ്റ് കിട്ടണം. ക്ലിയർ ആണോ ഫാത്തിമ? അത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് സോൾവ് ചെയ്തോളൂ ഫാത്തിമ. എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8, എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8, ഇതിലെ കോൺസ്റ്റന്റ് ടേം 8 അല്ലേ? എക്സിൻ്റെ കോഫിഷ്യൻ്റ് -6 ആണ് അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 6x. ഞാൻ വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യണോ? വേണോ? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 ഈസിക്കൽ ടു 0. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ കോൺസ്റ്റന്റ് ടേം ഏതാ? ഇതിലെ കോൺസ്റ്റന്റ് ടേം ഏതാ? കോൺസ്റ്റന്റ് ടേം 8 ആണ്. എക്സിൻ്റെ കോഫിഷ്യൻ്റോ? -2 അല്ലേ? എക്സിൻ്റെ കോഫിഷ്യൻ്റ് -6. ഓക്കെ ശരി, -6 എക്സ് സ്ക്വയറിൻ്റെ അല്ല, എക്സിൻ്റെ കോഫിഷ്യൻ്റ് -6. യെസ്. നിങ്ങൾ എടുക്കുന്ന രണ്ട് നമ്പറുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 8 കിട്ടണം. ആ രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ -6 കിട്ടണം. അപ്പോൾ ഏതൊക്കെ നമ്പറാണ് നിങ്ങൾ എടുക്കുക? -4 -2 എടുത്താൽ പോരെ? -4 × -2 എത്രയാ? -4 × -2 എത്രയാ? -4 × -2 എത്രയാ? +8 അല്ലേ? -4 + -2ഓ? -4 + -2ഓ? -6 അല്ലേ? അപ്പോൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? -4ഉം -2. അപ്പോൾ x -4ഉം x -2ഉം എങ്കിൽ x എന്തായിരിക്കും? 4 or 2. ക്ലിയർ ആണോ ഫാത്തിമ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി അടുത്ത മെട്രിക്സിലേക്ക് പോവാണ്. മെട്രിക്സിലെ ടൈപ്സ് ഓഫ് മെട്രിക്സ് നന്നായി നോക്കിക്കോ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ടൈപ്സ് ഓഫ് മെട്രിക്സ് ഇല്ലേ, അതിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് ചോദിക്കും. വാട്ട് ഈസ് യൂണിറ്റ് മെട്രിക്സ്, വാട്ട് ഈസ് റോ മെട്രിക്സ്, അങ്ങനെയുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 2 മാർക്കിന് പ്രതീക്ഷിക്കാം കേട്ടോ. ഐഡംപോർട്ടൻ്റ് നോക്കിയാൽ മതി. എന്താ ഐഡംപോർട്ടൻ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഐഡംപോർട്ടൻ്റ് മെട്രിക്സ് പറഞ്ഞാൽ എന്താ? ഐഡംപോർട്ടൻ്റ് ഒരു മെട്രിക്സിൻ്റെ സ്ക്വയർ എടുത്താൽ നിങ്ങൾക്ക് മുമ്പത്തെ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക? ഐഡംപോർട്ടൻ്റ്. ഇപ്പോൾ 1 0 0 0 1 0 0 0 1 അതിൻ്റെ സ്ക്വയർ എടുത്താലും സെയിം തന്നെയല്ലേ കിട്ടുക? 1ൻ്റെ സ്ക്വയർ 1 തന്നെ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ഐഡംപോർട്ടൻ്റ് മെട്രിക്സ് എന്ന് പറയുക കേട്ടോ. ഒരു മെട്രിക്സിൻ്റെ എലമെൻറ്റിൻ്റെ സ്ക്വയർ എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സ് മുമ്പത്തെ സെയിം മെട്രിക്സ് ആണെങ്കിൽ അതിനെയാണ് ഐഡംപോർട്ടൻ്റ് മെട്രിക്സ് എന്ന് പറയുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആ ചാപ്റ്ററിൽ എസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ക്രാമേഴ്സ് റൂൾ വെച്ച് സോൾവ് ചെയ്യുന്നതും അതുപോലെ ഇൻവേഴ്സും കേട്ടോ. ഇൻവേഴ്സും ക്രാമേഴ്സും നന്നായി നോക്കിക്കോ നിങ്ങൾ കേട്ടോ. ഇൻവേഴ്സും ക്രാമേഴ്സും എല്ലാവരും നന്നായിട്ട് നോക്കുക കേട്ടോ. ക്രാമേഴ്സ് റൂൾ വെച്ച് സോൾവ് ചെയ്യുന്നതും. കൃഷ്ണപ്രിയ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ലേ? റൂട്ട് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ അത് ജസ്റ്റ് MX അല്ലേ വന്നേക്കണേ, ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല കേട്ടോ. ഫാത്തിമ, എസ് വരാൻ ചാൻസ് ഉണ്ട്. ക്രാമേഴ്സ് റൂള് ഇക്വേഷൻ XYZ. അപ്പോൾ XYZ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ബൈ മെട്രിക്സ് വെച്ച് സോൾവ് ചെയ്യാൻ പറഞ്ഞേക്കണമെങ്കിൽ നിങ്ങൾ മറ്റേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നും ചെയ്യരുത് കേട്ടോ. എലിമിനേഷൻ മെത്തേഡ് ഒന്നും ചെയ്യരുത്. ഇവിടെ ഈ മെട്രിക്സ് വെച്ച് സോൾവ് ചെയ്യണം. അതാണ് ക്രാമേഴ്സ് റൂൾ പഠിക്കില്ല നമ്മൾ കേട്ടോ. ഇൻവേഴ്സ് ഞാൻ പറഞ്ഞല്ലോ സെന്നീം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇൻവേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന്. ഇൻട്രസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരില്ല പാർവതി, എസ് ചോദിക്കില്ല കേട്ടോ. അടുത്ത AP ആണ്. AP യിൽ നിങ്ങൾ എപ്പോഴും ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. A + n - 1 × D
സം കാണാനുള്ള ഇക്വേഷൻ അറിയാലോ, n/2 × 2a + n - 1 × d. ഓക്കെ അല്ലേ? കംപ്ലീറ്റിംഗ് സ്ക്വയർ വരില്ല കൃഷ്ണപ്രിയ, കംപ്ലീറ്റിംഗ് സ്ക്വയർ വരില്ല കേട്ടോ. കാരണം അത് ഓൾറെഡി നമ്മുടെ എല്ലാവർക്കും ഒരു ആളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, ഏതൊരു ടെക്സ്റ്റ് ബുക്കിലും ഇല്ല. അതോടെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ജസ്റ്റ് നോക്കി വെച്ചു. ഞാൻ വരില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും ഇടാമല്ലോ. അതാണ് പ്രശ്നം. EMI നോക്കിക്കോളൂ. EMI കാണാനുള്ള ഇക്വേഷൻ അറിയാലോ നിങ്ങൾക്ക്. P × ആ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? അതൊന്ന് ജസ്റ്റ് എല്ലാവരും നോക്കി വയ്ക്കുക. EMI മിക്കവാറും തിയറി ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കുക. വാട്ട് ഈസ് EMI എന്നായിരിക്കും ചോദിക്കുക. അതുപോലെ പ്രസന്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ ഒക്കെ തിയറി പഠിക്കുക കേട്ടോ. പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി, പ്രസന്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് ആനുവിറ്റി, വാട്ട് ഈസ് EMI, അതൊക്കെ ഒന്ന് പഠിപ്പിക്കുക തിയറി കേട്ടോ. EMIയുടെ ഇക്വേഷൻ ഇതാണ്. P × R × 1 + R⁴n / 1 + R⁴n - 1. നമ്മളോട് ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് മുഹ്സിൻ, ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേട്ടോ. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ മുഹ്സിൻ. ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഫ്യൂച്ചറിൽ എത്രയായിരിക്കും, നമ്മളൊരു അസറ്റ് വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്യാഷിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഫ്യൂച്ചറിൽ അതിൻ്റെ എമൗണ്ട് എത്ര എമൗണ്ടിന് ഈക്വൽ ആയിരിക്കും എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഫ്യൂച്ചർ വാല്യൂ കേട്ടോ. കർട്ടോസിസ് പറഞ്ഞല്ലോ നമ്മൾ, അതിന് പ്രോബ്ലം നോക്കേണ്ട തിയറി നോക്കൂ കേട്ടോ കൃഷ്ണപ്രിയ. ഇക്വേഷൻ EMIയുടെ ഇക്വേഷൻ ഒന്നും ആരെങ്കിലും P × R ടൈപ്പ് ചെയ്യാതെ ബുദ്ധിമുട്ട്, കാരണം റേസ്റ്റ് ഒക്കെ വരുന്ന കാരണം ഇതിനകത്ത് അതിൻ്റെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് P × R ആദ്യം ചെയ്യുക. P × R ആദ്യം ചെയ്യുക. അതിനുശേഷം ബ്രാക്കറ്റിൽ 1 + R⁴n. ഞാൻ ടൈപ്പ് ചെയ്യണോ? വേണ്ടല്ലോ. 1 + R⁴n / 1 + R⁴n - 1 കേട്ടോ. EMI മേ ബി പ്രോബ്ലം വരാം കേട്ടോ ഷഹല, മേ ബി പ്രോബ്ലം വരാം കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുക. വാട്ട് ഈസ് GP, വാട്ട് ഈസ് മീഡിയൻ, എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നന്നായി നോക്കുക കേട്ടോ. എസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും CV കോഫിഷ്യന്റ് വേരിയേഷനും കേട്ടോ അർജുൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോഫിഷ്യന്റ് വേരിയേഷൻ എസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതുപോലെ മെട്രിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും എസ് ആയിട്ട്. പിന്നെ ഇക്വേഷനിന് ചിലപ്പോൾ എസ് വരാം. ഇക്വേഷന് 3 വേരിയബിൾ കണ്ടുപിടിക്കില്ല, X, Y, Z കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ X ഉം Y ഉം സോൾവ് ചെയ്യുന്ന എലിമിനേഷൻ മെത്തേഡ് ചെയ്യില്ലേ, അതിൻ്റെ ഒരു എസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കിട്ടിയ അർജുൻ? യെസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കുക. അതുപോലെ കാൾപിയസിന്റെ സ്ക്യൂനെസ് നോക്കണേ. കാൾപിയസിന്റെ സ്ക്യൂനെസ്സും എല്ലാവരും നോക്കുക കേട്ടോ. കാൾപിയസിന്റെ സ്ക്യൂനെസ്സും നോക്കുക എല്ലാവരും. ആദർശ് എൻ്റെ കയ്യിൽ ടേബിൾ ഇല്ല ആക്ച്വലി എന്ന് പറഞ്ഞു തരാനായിട്ട്. ടേബിൾ ഇല്ല എൻ്റെ കയ്യിൽ. ടേബിൾ നോക്കിയിട്ടാണ് നമ്മളത് നോക്കേണ്ടത് കേട്ടോ. ടേബിൾ ലോഗരിതം ടേബിൾ നിങ്ങൾ യമുന പബ്ലിക്കേഷൻ്റെ ലോഗരിതം ടേബിൾ തന്നെ ക്ലർക്ക് ടേബിൾ കൊണ്ടുവരുത്. ക്ലർക്ക് ടേബിൾ നോക്കിയല്ല ചെയ്യേണ്ടത്, നമ്മുടെ യമുന പബ്ലിക്കേഷനിൽ ലോഗരിതം ടേബിൾ വെച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇൻട്രസ്റ്റിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നന്നായി നോക്കിക്കോളൂ. പിന്നെ ജസ്റ്റ് തിയറി നോക്കിയാലും മതി. പിന്നെ EMI നോക്കാം കേട്ടോ. സ്ക്യൂനെസ് എല്ലാവരും നോക്കണേ. കാൾപിയസിന്റെ സ്ക്യൂനെസ് എല്ലാവരും നോക്കണേ. HP എന്ന് വരും. HP വളരെ സിമ്പിൾ അല്ലേ വിചിത്ര? AP പഠിച്ച ഒരാൾക്ക് HP ചെയ്യാൻ ഒന്നുമില്ല. AP ചെയ്ത് കിട്ടുന്ന ആൻസർ 1 / ചെയ്താൽ പോരെ. ഇപ്പോൾ ടേം കാണണമെങ്കിൽ 11ാമത്തെ ടേം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ ആദ്യം AP ആക്കുക. 1/, എന്നായിരിക്കും തരിക. 1/2, 1/4 എന്നൊക്കെ തരണമെങ്കിൽ നിങ്ങൾ അതിനെ 2, 4, 6 അങ്ങനെ ആക്കുക. AP ആക്കിയിട്ട് അതിൻ്റെ 10ാമത്തെ ടേം കണ്ടുപിടിച്ചിട്ട് ആ കിട്ടുന്ന ആൻസർ 1/, എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ HP കിട്ടും. നമുക്ക് ഹാർമോണിക് പ്രോഗ്രഷൻ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് മൈക്ക് ഓൺ ആക്കി ചോദിക്കൂ, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. AR⁴n - 1 ആണ് നമ്മുടെ ഇക്വേഷൻ. AR⁴n - 1 ടേം കാണാൻ. അപ്പോൾ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. R എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ്. സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ 6 കിട്ടും കേട്ടോ. AR⁴n - 1. പിന്നെ എത്രാമത്തെ ടേം ആണോ കണ്ടുപിടിക്കേണ്ടത്? എന്താണ്? എസ് എ ക്വസ്റ്റ്യൻ ഇതാണ്. മെട്രിക്സിൽ ഒരു എസ് എന്തായാലും വരും. മെട്രിക്സിന് ഒരു എസ് വരും. അത് ക്രാമേഴ്സ് റൂൾ ആയിരിക്കും മിക്കവാറും വരിക, അല്ലെങ്കിൽ ഇൻവേഴ്സോ ക്രാമേഴ്സ് റൂളോ റാങ്കോ അഡ്ജോയിന്റോ, ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നോക്കുക. പിന്നെ അത് കൂടാണ്ട് ഡിറ്റർമിനന്റ് വർക്കൗട്ട് ചെയ്യാൻ മാത്രം ചോദിക്കും കേട്ടോ. 5 മാർക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെ ഡിറ്റർമിനന്റ് മാത്രം വർക്കൗട്ട് ചെയ്യാൻ ചോദിക്കും. പിന്നെ വരാൻ ചാൻസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നാണ് എസ് വരാൻ ചാൻസ്. സ്റ്റാറ്റിസ്റ്റിക്സിന് എന്തായാലും ഒരു എസ് പ്രതീക്ഷിക്കുക കേട്ടോ. മീൻ മീഡിയം മോഡോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം, അല്ലെങ്കിൽ ക്വാർട്ടർ ഡീവിയേഷനോ അങ്ങനെ എന്തെങ്കിലും. ആ
മതി മതി മതി. ആ യെസ്, ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണ്ട, സൈൻ മാറ്റണ്ട. ഓഡ് നമ്പർ ആണെങ്കിൽ ജസ്റ്റ് സൈൻ മാറ്റാം, മൈനറിൻ്റെ കേട്ടോ. ഓക്കെ അല്ലേ? ആ, ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എല്ലാ വെറൈറ്റീസ് നോക്കിയാൽ അത് പി കാണുന്നതും ആറ് കാണുന്നതും ടി കാണുന്നതില്ലേ, അത് നോക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നോക്കുക കേട്ടോ. പിന്നെ ജസ്റ്റ് തിയറി നോക്കുക. ബാക്കിയുള്ള നിങ്ങൾക്ക് ദഹിക്കുന്നില്ലെങ്കിൽ തിയറി നോക്കുക. എന്താണ് പ്രസന്റ് വാല്യൂ, എന്താണ് ഫ്യൂച്ചർ വാല്യൂ, എന്താണ് ഇ എം ഐ, അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. പി വി എഫ് ഒക്കെ പുതിയൊരു ടോപ്പിക് ആയതുകൊണ്ട് ജസ്റ്റ് അറിഞ്ഞു വെച്ചോളൂ, എന്താണെന്ന് പഠിച്ചു വെച്ചോളൂ. പാർവണേന്ദു, എന്താണ് പ്രസന്റ് വാല്യൂ, എന്താണ് ഫ്യൂച്ചർ വാല്യൂ എന്നൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചോളൂ. സെക്കൻഡ് ചാപ്റ്റർ മെട്രിക്സും സ്റ്റാർട്ട് ചെയ്യണോ? അല്ലല്ല, ഇക്വേഷനിൽ നിന്ന് വരും ചിലപ്പോൾ. ഇക്വേഷനിൽ വരാം, എ പിന്ന് വരാം. ഇൻട്രസ്റ്റിൽ നിന്ന് അങ്ങനെ വരാറില്ല, എന്നാലും പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. ഞാൻ പ്രീവിയസ് ഇയറിലെ പാറ്റേൺ വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് കേട്ടോ. 5 മാർക്ക് അല്ലേ, 5 മാർക്സ് അല്ലേ. തിയറി വരും, തിയറി പ്രോപ്പർട്ടീസ് ഓഫ് ആവറേജോ അഡ്വാൻറ്റേജസ് ഓഫ് മീനോ അങ്ങനെ എന്തെങ്കിലും. നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് അതൊക്കെ ചോദിച്ചാൽ കോമൺ ആയിട്ട് എഴുതാനുള്ള ആൻസേഴ്സ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, കേട്ടില്ലേ എല്ലാവരും? സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു കാൽക്കുലേറ്റ്, അറിയില്ലേ? ഇറ്റ് ഹാസ് വെൽ ഡിഫൈൻഡ് ഫോർമുല, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. അതൊക്കെ എഴുതി വെക്കുക കേട്ടോ എല്ലാവരും. തിയറി വന്നാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. എല്ലാവരും ഒന്നും എഴുതാതിരിക്കരുത്, എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് പാസ്സാവുക. എന്തായാലും എന്തെങ്കിലുമൊക്കെ എഴുതിയെങ്കിൽ നിങ്ങൾ എന്തായാലും പാസ്സാവും കേട്ടോ. ഏതാണ് ഏതാണ് ഏതാണ്? അതിൽ nth ടേം കാണുന്നത് സം കാണാനായിട്ടുള്ളത് എ പിയിൽ ജി പി, അതുപോലെ തന്നെ nth ടേമും സമ്മും കേട്ടോ. ഒ എം ആറിൽ ഓപ്ഷൻ ഉണ്ടാവും. എന്താണ് ചോദിച്ചോളൂ. തിയറിയിൽ അത് ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമുക്കൊക്കെ ഇത് മാത്സ് ആയതുകൊണ്ട് ഏതൊരു തിയറി പേപ്പർ അല്ലല്ലോ, അപ്പോൾ പക്ക പോയിന്റ്സ് മാത്രം മതി, ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. വലിച്ചു വാരി എഴുതേണ്ട കാര്യമൊന്നും മാത്സിൽ വരുന്നില്ലല്ലോ, പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ലോയോ HRM ഒന്നും അല്ലല്ലോ. ആ പറഞ്ഞോ. നമ്മുടെ പഴയ പാറ്റേൺ തന്നെയാണ്. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നാളെ എക്സാം കഴിയണം. നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ കൂടുതലുണ്ടോ? ആ ആ ആ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, നാളെ നമുക്കറിയാം. എന്താണ് അതുൽ വിൽസൺ? ഫാത്തിമ 3 നമ്പേഴ്സ് എടുക്കേണ്ടത് A-D, A+D തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ ഫാത്തിമ. 3 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാത്ത 3 നമ്പേഴ്സ് ആണെങ്കിൽ A-D, A+D തന്നെ എടുക്കേണ്ടത് കേട്ടോ. തിയറി ഒരു 30 എബോ ഉണ്ടാവും അർജുൻ. ആ പറഞ്ഞോ. ആ ഓക്കെ, ഓപ്ഷൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. കാരണം സീലിംഗ് ആയതുകൊണ്ട് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാം. എല്ലാം അറ്റൻഡ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുക, പാസ്സാവുക കേട്ടോ. ആ ഓക്കെ ഓക്കെ, അങ്ങനെ വന്നാലും സുഖം. സ്ക്യൂനസ് പറഞ്ഞല്ലോ ഇർഫാൻ അഹമ്മദ്. സ്ക്യൂനസ് നമ്മൾ എന്താന്ന് പറഞ്ഞു? കാൾപിയസിന്റെ സ്ക്യൂനസ് പഠിക്കുക കേട്ടോ. മീൻ മൈനസ് മോഡ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കേട്ടോ. എസ് എ വരാൻ ചാൻസ് ഉണ്ട് ഇർഫാൻ. ആ ആ യെസ് യെസ്, ആ നമ്മുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കിൽ അല്ലേ? അതൊക്കെ വരികയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും വരുള്ളൂ. സാധാരണ അത് നമ്മുടെ അങ്ങനെയൊന്നും വരാറുള്ള ക്വസ്റ്റ്യൻ. ജസ്റ്റ് നോക്കിക്കോളൂ. ഫാദറിന്റെ അതല്ലേ സംഭവം. അത് സിഗ്മ എക്സ് ബൈ എൻ നമ്മുടെ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ അതൊക്കെ കേട്ടോ. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ വീഡിയോയിൽ, സിഗ്മ എക്സ് ബൈ എൻ വെച്ചിട്ട് സുഖമായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിയുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അത് കേട്ടോ. ഓക്കെ. ഒരുപാട് എക്സ്ട്രാ പേപ്പർ എടുക്കുക നിങ്ങൾ കേട്ടോ. നിങ്ങൾ ഒരു ഷീറ്റിലൊന്നും ഒതുക്കാതെ നിങ്ങൾ കൂടുതൽ പേപ്പേഴ്സിൽ നിങ്ങൾ ആൻസേഴ്സ്, അതായത് തിയറിയൊക്കെ വരുമ്പോൾ ഒരുപാട്, ദാറ്റ് മീൻസ് പോയിന്റ്സ് എഴുതി വെക്കുക, കാൽക്കുലേഷൻ കുറച്ച് കൂടുതൽ സ്പേസ് ഒക്കെ എടുത്ത് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾക്ക് പാസ്സാവാം. ഒട്ടും പേടിക്കേണ്ട, നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. ഓക്കെ, ഞാൻ ക്ലാസ് അവസാനിപ്പിച്ചോട്ടെ. ആനുവിറ്റി ജസ്റ്റ് തിയറി പഠിക്കൂ ജിതീഷേ. ആനുവൽ, ആ ഓക്കെ ഓക്കെ.
ക്ലാസ് അവസാനിക്കും, ഒരുപാട് ടൈം ആയില്ല, എനിക്കിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യണമെങ്കിലും കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ബെനിഫിറ്റ് ആയോ? എന്തെങ്കിലും ബെനിഫിറ്റ് ആയോ നിങ്ങൾക്ക്? ഓക്കെ, കുറച്ച് പേർക്ക് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിലൊരുപാട് വിഷമമുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ചാനലിൽ ലൈവ് സെക്ഷൻ വരാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ലിങ്ക് ഞാൻ പെട്ടെന്ന് ഇട്ടത്. കാരണം കുറേ കുട്ടികൾ കമൻറ്റ് ചെയ്ത കാരണം. അപ്പോൾ ചിലപ്പോൾ അടുത്ത ദിവസം തൊട്ട് ചില പറ്റുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും അപ്പോൾ കോപ്പറേറ്റ് ചെയ്ത് വളരെയധികം താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.